നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം SS രാജമൗലിയുടെ മാഗ്നം ഓപ്പസ് ബാഹുബലി 2 ദ കൺക്ലൂഷൻ തിയേറ്ററുകളിലെത്തി. ഒറ്റ വാക്കിൽ പറയട്ടെ, ഇതാണ് പടം. മരണം മാസ്. ബാഹുബലി ആദ്യ ഭാഗത്തിലെ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് ബാഹുബലി 2. കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നുവെന്നത് ചിത്രം പറയും. ഇതിൽ വലിയ ട്വിസ്റ്റോ സസ്പെൻസോ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് വലിയ രഹസ്യമോ ചിത്രത്തിന്റെ കേന്ദ്രമോ ആകുന്നില്ല. ഇതൊരു വിഷ്വൽ ട്രീറ്റാണ്. എല്ലാത്തിനും അടിത്തറയായി ഒരു മികച്ച കഥയും. ബാഹുബലി 2 കാണാൻ ഒരു റിവ്യൂവിന്റെയും ആവശ്യമില്ലെന്ന് എനിക്കറിയാം. അത്രയ്ക്കുണ്ട് നമുക്ക് രാജമൗലിയിലുള്ള വിശ്വാസം. അമരേന്ദ്ര ബാഹുബലിയുടെ കഥയാണ് കൺക്ലൂഷനിലൂടെ രാജമൗലി പറയുന്നത്. അവസാനം അച്ഛനെയും അമ്മയെയും വേദനിപ്പിച്ച ബെല്ലാലദേവനെ നശിപ്പിക്കാൻ മകൻ മഹേന്ദ്ര ബാഹുബലി എത്തുന്നു. ചിത്രത്തിന്റെ ആദ്യ പകുതി ഗംഭീരമാണ്. ആദ്യ പകുതിയുടെ 70% തമാശയും റൊമാൻസുമാണ്. അനുഷ്കയുടെയും പ്രഭാസിന്റെയും പ്രണയം, അതായത് ദേവസേനയുടെയും ബാഹുബലിയുടെയും പ്രണയം അതിമനോഹരമായാണ് രാജമൗലി ചിത്രീകരിച്ചിരിക്കുന്നത്. ദേവസേന അതിസുന്ദരിയാണ്, പക്ഷേ അതിനേക്കാൾ സുന്ദരമാണ് അവളുടെ വാളിന്റെ മൂർച്ച. ആദ്യ പകുതിയിൽ തന്നെ ഒരു യുദ്ധരംഗമുണ്ട്. അത് തകർപ്പനാണ്. ഫസ്റ്റ് ഹാഫ് പഞ്ച് രോമാഞ്ചം നൽകുന്നതാണ്. ചിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹൂർത്തവും ഇത് തന്നെ. ബാഹുബലിയുടെ സെക്കൻഡ് ഹാഫും പൊളിയാണ്. അഭിനേതാക്കളുടെ പ്രകടനത്തെക്കുറിച്ച് പറയാം. പ്രഭാസ് അമരേന്ദ്ര ബാഹുബലിയായും മഹേന്ദ്ര ബാഹുബലിയായും നിറഞ്ഞാടി. അനുഷ്ക ഞെട്ടിച്ചു കളഞ്ഞു. ദേവസേനയെ മറക്കാൻ പറ്റാത്ത കഥാപാത്രമാക്കി മാറ്റാൻ അനുഷ്കയ്ക്ക് സാധിച്ചു. ബെല്ലാലദേവൻ എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച റാണയുടെ പ്രകടനവും മികച്ചതാണ്. കട്ടപ്പയായും ശിവഗാമിയായും വന്ന സത്യരാജും രമ്യ കൃഷ്ണനും ക്വാളിറ്റി പെർഫോമൻസ് കാഴ്ചവെച്ചു. ബാഹുബലിയുടെ എടുത്തു പറയേണ്ട വലിയൊരു പ്രത്യേകത അതിന്റെ VFX വർക്കാണ്. ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെ മികച്ച ഗ്രാഫിക്സ് ഉള്ള സിനിമ ബാഹുബലിയായിരിക്കും. ഹോളിവുഡ് ചിത്രങ്ങളോട് കിടപിടിക്കുന്ന നിരവധി മുഹൂർത്തങ്ങൾ ബാഹുബലിയിലുണ്ട്. പക്ഷെ ചില ഗ്രാഫിക്സ് അത്ര നന്നല്ല. ചിത്രത്തിൽ കഥാപാത്രങ്ങൾക്ക് അമാനുഷിക ശക്തി അതിരുകടക്കുമ്പോൾ അത് ചെറിയ കല്ലുകടിയാകുന്നു. ചിത്രത്തെക്കുറിച്ച് ഈ 2 നെഗറ്റീവേ എനിക്ക് പറയാനുള്ളൂ. ചിത്രം ഇനി ഒന്നുകൂടെ കാണണമെന്നുണ്ട് എനിക്ക്, പക്ഷേ ടിക്കറ്റില്ല. ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. നല്ല തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു പൊൻതൂവലാണ് ബാഹുബലി. ബാഹുബലി 2 ദ കൺക്ലൂഷൻ മികച്ച വിജയം നേടുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ബാഹുബലിയുടെ മലയാളം ഡബ്ബിംഗ് ചിത്രത്തിനോടും കാണികളോടും 100% നീതി പുലർത്തി. ഡബ്ബിംഗ് എന്ന തോന്നൽ ഒരിക്കൽ പോലും തോന്നിയില്ല. ബാഹുബലി വിജയിക്കട്ടെ. ജയ് ഹിന്ദ്.